കൈകോർക്കാം. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താൽക്കാലിക താമസ സൗകര്യമൊരുക്കാൻ കഴിയുന്നവർ, നിശ്ചിത കാലത്തേക്ക് വാടക വീട് ഒരുക്കി നൽകാൻ കഴിയുന്നവർ, വാടക വീട് കണ്ടെത്തുന്നവരുടെ വാടക നൽകാൻ കഴിയുന്നവർ, വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കഴിയുന്നവർ ഞങ്ങളെ അറിയിക്കുക. അധികൃതരുമായി ചേർന്ന് നമുക്കവർക്കായി കൂടൊരുക്കാം. ഫോൺ നമ്പർ 8086400391 7025591125. വയനാട്ടിലെ മഹാദുരന്തത്തിൽ 5ാം ദിനം തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ റഡാർ പരിശോധനയുൾപ്പെടെ നടക്കുന്നു. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 358 ജീവനുകളാണ്. 200-ലധികം പേരെ ഇനിയും കാണാനില്ല എന്ന സാഹചര്യവും നിലനിൽക്കുന്നു. സൈന്യത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. സൂചിപ്പാറയിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ ഇതിനോടകം രക്ഷിച്ചു. അവരെ എയർലിഫ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും 5ാം ദിനം അവിടെ രക്ഷാദൌത്യം തുടരുകയാണ്. ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ നടന്നത്. അതേസമയം ചാലിയാറിൽ ഇന്ന് നടന്ന തെരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. VV അരുണുണ്ട് അവിടെ, MS അനീഷ് കുമാർ, ആയിഷത്തുൽ ഷംന, CV അനുമോദ് തുടങ്ങിയവർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരും. എന്തായാലും 5ാം ദിനം രക്ഷാദൌത്യം അവിടെ പുരോഗമിക്കുമ്പോൾ രക്ഷാദൌത്യം അന്തിമഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. ജീവനോടെ ആരും അവിടെ അവശേഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ഇന്നലെ ജീവന്റെ തുടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. ഓരോ ഇഞ്ചും അരിച്ചുപെറക്കിയുള്ള പരിശോധന, തെരച്ചിൽ അവിടെ തുടർന്നു വരികയാണ്. പുനരധിവാസം എന്നതിന് പ്രഥമ പരിഗണന നൽകും എന്ന സൂചനകൾ മുഖ്യമന്ത്രി നൽകി. അവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കും. അങ്ങനെ ഒരു അതിജീവനത്തിനുള്ള, അവരെ അധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ തുടങ്ങും എന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. എന്തായാലും രക്ഷാദൌത്യം അന്തിമഘട്ടത്തിലാണ്. അത് അതിതീവ്ര തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു. എല്ലാവിധ സംവിധാനങ്ങളോടെയുമുള്ള എല്ലാ സേനാ വിഭാഗങ്ങളെയും അണിനിരത്തിയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനിടയിൽ ഇന്നുണ്ടായത് അധികൃതരുടെ അറിയിപ്പുകൾ അതൊക്കെ മറികടന്നുകൊണ്ട് പോയ രക്ഷാദൌത്യത്തിൽ പെട്ടവർ തന്നെയാണ് എങ്കിൽ പോലും ഒരു അപകട സ്ഥലത്തേക്ക് അവർ പോവുകയും അവിടെ കുടുങ്ങുകയുമായിരുന്നു. എന്തായാലും അവരെയും രക്ഷപ്പെടുത്താനായി എന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയായിരുന്നു. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തെരച്ചിലിന് ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടനെത്തുമെന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഇന്നലെ മാത്രം 40 ടീമുകൾ 6 സെക്ടറുകളിലായി തിരിഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയാനേറെ പ്രയാസമാണ്. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏതാണ്ട് 10,042 പേരാണുള്ളതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴക്കെടുതികളും ദുരിതങ്ങളും ഒക്കെ തുടരുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് കൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവരുടെ മുഴുവൻ കണക്കാണ് 10,042 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ളത്. ഇനിയും കണ്ടെത്താൻ വയനാട്ടിൽ 206 പേരുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്. നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേർ താമസിക്കുന്നു. 40 ടീമുകൾ. എന്തൊക്കെയാണ് ഇന്ന് 5ാം ദിനം തെരച്ചിലിന്റെ സംവിധാനങ്ങൾ? ഇനി കൂടുതലായി ഉപയോഗിക്കാൻ
ശ്രമിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ്. അവിടെ എത്രമാത്രം ചതുപ്പാണ് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇപ്പോൾ MS അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, സൂചിപ്പാറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രക്ഷാദൌത്യത്തിൽപ്പെട്ടവർ കുടുങ്ങിയതിന്റെ വാർത്തകൾ ഏതാണ്ട് മണിക്കൂറുകളോളം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്തായാലും അവരെ സുരക്ഷിതരായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ പോലും നമ്മളുടെ പ്രധാന ദൗത്യം എന്നത് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നതാണ്. അവരുടെ തെരച്ചിൽ നടത്തുക, അവരെ കണ്ടെത്തുക എന്നതൊക്കെയാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇട നൽകൂ എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും അവരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് മാത്രം ഇതിൽ ഇടപെടുകയും ചെയ്യണമെന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, മണിക്കൂറുകളോളം ആശങ്കയുടെ മുനമ്പിലായിരുന്നു രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർ. അവർ ഒരു തരത്തിലും ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഇടത്ത് എത്തി കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത. എങ്ങനെയായിരുന്നു ആ മണിക്കൂറുകൾ? എത്ര ശ്രമകരമായിരുന്നു അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ദൌത്യം? രേണുക, തെരച്ചിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ ചൂരമലയിലും മുണ്ടക്കയിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മൃതദേഹങ്ങൾ ഈ മേഖലകളിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണെന്ന വിലയിരുത്തലാണ് ഈ തെരച്ചിൽ സംഘങ്ങൾ പങ്കുവച്ചത്. കൂടുതലും വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായതുകൊണ്ട് പുറത്തേക്ക് ഒഴുകിപ്പോയി എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിപ്പാറ പോലുള്ള വനമേഖലകളോട് ചേർന്ന ഇടങ്ങളിൽ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചത്. ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് പോയപ്പോഴാണ് അവർ അപകടത്തിൽ പെട്ടത്. പിന്നീട് അവരെ രക്ഷപ്പെടുത്തിയെടുക്കുകയും രണ്ടുപേരെ ഇവിടെ എത്തിക്കുകയും ചെയ്തു. ഇവിടെ ഇന്ന് രാവിലെയാണ് ആദ്യമായി എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന നടപടിക്രമം ഉണ്ടായത്. അതിനുശേഷം രണ്ടുപേരെ ഇറക്കുകയും ചെയ്തു. ഉച്ചതിരിഞ്ഞ് വീണ്ടും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ ഇതിൽ ഒരാളെ കൂടി എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് കാലാവസ്ഥ പ്രതികൂലമായതിനും ചാറ്റൽ മഴ ഉണ്ടായതുകൊണ്ടും ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ മറ്റ് കൽപ്പറ്റയിലേക്ക് അല്ലെങ്കിൽ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം ഈ മന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസം അല്ലെങ്കിൽ ഡാർക്ക് ടൂറിസം ഈ മേഖല കേന്ദ്രീകരിച്ചു നടക്കുന്നു എന്നതാണ്. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പല പുറത്തുനിന്നുള്ള അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്തരം നിരവധി പേരാണ് ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കർശന നിയന്ത്രണങ്ങളോടെ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കുള്ളൂ എന്നൊക്കെ പോലീസ് അറിയിച്ചു. മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ പോലും 2 കിലോമീറ്റർ അപ്പുറത്ത് തടഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിലുള്ള ആളുകൾ ഒരു കാര്യവുമില്ലാതെ ഇവിടേക്ക് വരുന്നത്. പല ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിലും വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. പക്ഷേ കണ്ടെടുക്കാൻ കഴിയുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ചുരുങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് അടക്കം രക്ഷാപ്രവർത്തനം നടത്തിയ വാളണ്ടിയർമാരൊക്കെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പതിവ് പോലെ ഉച്ചതിരിഞ്ഞ് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടുള്ളത്. ഇന്നും മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഇന്നത്തെ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് ഈ വാളണ്ടിയർമാർ താഴേക്ക് മടങ്ങുന്നത്. കാര്യമായ ഒരു പുരോഗതി ഇന്നത്തെ തെരച്ചിലിനില്ല. എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിലിന്റെ ഒരു ഫലം കൂടി അനുസരിച്ചായിരിക്കും വരും ദിനങ്ങളിലേക്കുള്ള തെരച്ചിൽ പദ്ധതി അവർ അനീഷ്, എക്സാക്ട്ലി എവിടെയാണ് ഇപ്പോൾ അനീഷ് ഉള്ളത്? മുകളിൽ നിന്ന് ആളുകൾ രക്ഷാദൌത്യം പൂർത്തിയാക്കി വരുന്ന കാര്യം അനീഷ് സൂചിപ്പിച്ചു. ആ ഭാഗങ്ങളിലേത് മാത്രമാണ് അവസാനിപ്പിക്കുന്നത്, അതോ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ആകെ നടന്നു വന്ന രക്ഷാദൌത്യം ഇന്നത്തേത് പൂർത്തിയാവുകയാണോ? ചൂരൽമല ഭാഗത്ത് ഇപ്പോഴും തുടരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാരണം
JCBയും മറ്റും യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും സ്കൂൾ ഭാഗത്ത് ഒരുപാട് വീടുകൾ നിലനിന്ന സ്ഥലമാണ്. അത്തരം ഇടങ്ങളിലെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അത് കാലാവസ്ഥ അല്പം പ്രതികൂലമായാലും പ്രശ്നമില്ലാത്ത ഇടങ്ങളാണ്. കാരണം വലിയ രീതിയിൽ താഴേക്ക് ഇറങ്ങിപ്പോവുകയോ ഒന്നും വേണ്ട. ഇവിടെ തന്നെയാണ് ഒരു ബേസ് ക്യാമ്പായി ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇടം. അതുകൊണ്ട് ഈ മേഖലയിലെ പരിശോധന തുടരുകയാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ കൂറ്റൻ പാറക്കെട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് തെരച്ചിലിന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത്. ആ പാറക്കെട്ടുകൾ പലതും ഇപ്പോൾ ഈ പാലത്തിന്റെ താഴേക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിന്റെ മുൻവശത്തുള്ള സ്ഥലങ്ങളിലെ പരിശോധന ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സർക്കാർ ഇനി എന്തായിരിക്കണം അടുത്ത തെരച്ചിൽ രീതി, ഏത് തരത്തിലാവണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തും. സൂചിപ്പാറ പോലെയുള്ള വനമേഖലകളുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ കൂടുതലായി നടത്തണം എന്നും ഉണ്ട്. അതിനനുസരിച്ചുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ കാട്ടിലേക്ക് പോയിട്ടുമുണ്ട്. അത്തരം ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നേരത്തെ അപകടത്തിൽപ്പെട്ടത്. ഈ നമുക്കറിയാം ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ച ഒരു ഏക പ്രദേശം അങ്ങനെ കണക്കാക്കിയാൽ ചാലിയാർ പുഴയിൽ നിന്നാണ്. അതുകൊണ്ട് പുഴയിലേക്ക് വലിയ രീതിയിൽ മൃതദേഹങ്ങൾ ഒലിച്ചു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. കാരണം ആളുകൾ നോക്കി നിൽക്കുകയാണ്. മറ്റു ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഈ പുഴയിലൂടെ ഒഴുകിപ്പോയത്. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന തെരച്ചിലിൽ ഇനി കാര്യമായ ഫലം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അക്കാര്യത്തിൽ സൈന്യവും സർക്കാരുമൊക്കെ ചേർന്ന് ഒരു സംയുക്തമായ തീരുമാനം വൈകാതെ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ചൂരൽമലയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഉയർന്ന മേഖലകളിൽ നേരത്തെ പുഞ്ചിരിമട്ടത്തൊക്കെ നടന്ന തെരച്ചിൽ, ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇടങ്ങളിൽ പോലും ഇന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടന്നിരുന്നു. അവിടങ്ങളിൽ നിന്നൊക്കെ അതേസമയം തെരച്ചിൽ പൂർത്തിയാക്കിക്കൊണ്ട് രക്ഷാദൌത്യ സംഘാംഗങ്ങൾ മടങ്ങിയെത്തുന്നു എന്ന കാര്യം കൂടി അനീഷ് സൂചിപ്പിക്കുകയാണ്. ഇപ്പോഴും പക്ഷേ ഇവിടങ്ങളിൽ, ചൂരൽമല കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടങ്ങളിൽ ഊർജിതമായി തന്നെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയുണ്ടായിരുന്നു. ഏതാണ്ട് ഉച്ചവരെ അതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു എന്ന കാര്യം കൂടി അനീഷ് സൂചിപ്പിക്കുന്നുണ്ട്. നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്, മഞ്ഞ് മൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം ഇനി മുകളിലോട്ട് ഈ ഇതിന്റെ പ്രഭവ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നു വന്ന രക്ഷാദൌത്യം ഇനി സാധ്യമാകാത്ത ഒരു സാഹചര്യം. അവിടെ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് ഈ ദൌത്യ സംഘാംഗങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ചൂരൽമലയിൽ രക്ഷാദൌത്യം തുടരുകയാണ്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്നും അവിടെ നടക്കുന്നു. ഇന്നലെ ജീവന്റെ തുടിപ്പ് അത് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടോ എന്നത് തുടർ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ദൗത്യവും ഇന്ന് അവിടെ നടക്കുന്നു എന്ന വിവരങ്ങളാണ് നൽകുന്നത്. അതേസമയം ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും അതിശക്തമായി നടക്കുന്നുണ്ട്. പല സെക്ടറുകളായി തിരിച്ച് അവിടെ പല വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിലാണ് ചാലിയാർ കേന്ദ്രീകരിച്ചും ഇന്ന് നടക്കുന്നത്. അനീഷ് സൂചിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ആ ദുരന്തമുഖത്ത് അഭിമുഖീകരിക്കുന്നത് അനാവശ്യമായ ആളുകൾ അവിടേക്ക് എത്തുന്നതിലെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ശനി ഞായർ ദിവസങ്ങൾ അത് പലർക്കും ഒഴിവ് ദിവസങ്ങളാണ്. അതുകൊണ്ടുകൂടിയാകാം ഇന്ന് അങ്ങനെ ഒരു കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ അത് അങ്ങനെ ഒരു അവധി ദിവസം ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലമോ അങ്ങനെ ഒരു ടൂറിസത്തിന് പറ്റിയ സ്ഥലമോ അല്ല. ഒരു മഹാദുരന്തം നമ്മൾ നേരിടുമ്പോൾ ഓരോ മനുഷ്യരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കാട്ടേണ്ടതാണ്. അധികൃതർ നൽകുന്ന നിർദ്ദേശം പാലിക്കേണ്ടതാണ്. അവിടെ ഡാർക്ക് ടൂറിസത്തിന് അവസരം തേടി ആരും പോകരുത്. അവിടുത്തെ ജനങ്ങളുടെ സ്വകാര്യത മാനിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ്. എത്ര തവണ പക്ഷേ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ആവർത്തിക്കപ്പെടുന്നു അത് എന്നത് നമ്മുടെ നാടിന് നാണക്കേടാണ്. നമ്മുടെ നാടിന്റെ ഈ ഒരുമയ്ക്ക് കളങ്കം വരുത്തുന്ന കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ആ ഉത്തരവാദിത്വം കാണിക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടുന്ന നിമിഷം കൂടിയാണ്. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യരും മണിക്കൂറുകളോളം എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചാണ് അവിടെ നിലയുറപ്പിക്കുന്നത്, അവർ അവരുടെ സഹജീവികൾക്ക് വേണ്ടി ഉള്ള തെരച്ചിലിൽ ഏർപ്പെടുന്നത് എന്ന് നമ്മൾ കാണണം. അതിനെ നമ്മൾ മാനിക്കാനും ബാധ്യസ്ഥരാണ്. MS അനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. അനീഷ്,
മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത് ഈ രക്ഷാദൌത്യം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. അപ്പോഴും കാണാമറയത്ത് ഇനിയും 200 പേർ ഉണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. എങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുക? ഈ ഭൂമികളിൽ നിന്ന് മണ്ണ് നീക്കിയുള്ള പരിശോധന അത് എത്രമാത്രം ശ്രമകരമാണ് ഈ ഘട്ടങ്ങളിലും? എന്താണ് അധികൃതരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ വനമേഖല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൂടുതൽ പരിശോധന വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നതാണ്. ഇപ്പോൾ സൂചിപ്പാറയിൽ ആളുകൾ പോയതിന്റെയും ഒരു കാരണം അവിടെ ഒരുപക്ഷെ കൂടുതൽ പേർ കുടുങ്ങിക്കിടന്നിട്ടുണ്ടാകാം. മൃതദേഹാവശിഷ്ടങ്ങളോ മറ്റോ ഒക്കെ കൂടുതൽ അവിടെ നിന്ന് ലഭിച്ചേക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങോട്ട് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ എന്നത് പരിഗണനയിലുണ്ടോ? ഈ മേഖലകളിൽ പ്രത്യേകിച്ചും ചൂരമലയിലെയും മുണ്ടക്കയിലെയും അനീഷിലേക്ക് വരാം. എന്തായാലും ചൂരൽമലയിൽ രക്ഷാദൌത്യം അത് ശക്തമായി തന്നെ തുടരുന്നു. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. ആ ഭൂപ്രദേശം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ 5 ദിവസമായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അവിടെ എത്രമാത്രം ഇടങ്ങളിൽ ആ പരിശോധന നടന്നു എന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പാറക്കല്ലുകളും അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞ ഇടങ്ങളിൽ നിന്ന് അതൊക്കെ മാറ്റിയുള്ള പരിശോധന ഒരു പരിധിവരെ അവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതിപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യമാണ്. മുണ്ടക്കയിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നുള്ള പരിശോധന ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് അനീഷ് നൽകുന്നത്. അനീഷ്, ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലെന്ന ആവശ്യം ഈ ദൌത്യ സംഘങ്ങളിൽ പെടുന്ന നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഉയർത്തുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ നടക്കുന്ന തെരച്ചിലിൽ നിന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തെരച്ചിലിൽ നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ ഈ തെരച്ചിലിന്റെ ഇടങ്ങൾ മാറ്റുക, വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സാധ്യമാകുന്ന ഇടങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുക എന്നത് എത്രമാത്രം പ്രായോഗികമാണ്? അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അധികൃതർ പരിഗണിക്കുന്നുണ്ടോ? എന്താണ് നമുക്കത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് അധികൃതർ നീങ്ങുന്നത്. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ദൌത്യസംഘം സംയുക്തമായ യോഗം ചേർന്ന ശേഷം ഈ ജനവാസ കേന്ദ്രങ്ങളും അതിനോട് ചേർന്നുള്ള ഇടങ്ങളിലും പരമാവധി തവണ പരിശോധന നടത്തിക്കഴിഞ്ഞു. കാരണം ആദ്യം ജീവൻ ലഭിക്കുമോ അല്ലെങ്കിൽ ജീവനോടെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശോധന നടത്തി. പിന്നീട് ഈ കോൺക്രീറ്റ് പാളുകളും വലിയ കഷ്ണങ്ങളുമൊക്കെ നീക്കം ചെയ്തുള്ള പരിശോധന നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പലവട്ടം പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ മൃതദേഹങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഇന്നലെയും ഇന്നുമൊക്കെ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ഈ പുഴയിലൂടെ ഒഴുകിപ്പോയിരിക്കാം, അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലും മറ്റും തങ്ങിയിരിക്കാനുള്ള ഒരു സാധ്യത. ഇത്തരത്തിൽ 2 സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകരായി ഇത്തരം ഇടങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ പോയവർ പറയുകയും ചെയ്തിരുന്നു, കൂടുതൽ വനമേഖലകളിലാവും ഇത്തരം മൃതശരീരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയെന്ന്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വനമേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. കാരണം ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം പോലും 200-ലധികം ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. പക്ഷേ അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് അത് 400-ലേറെ വരുമെന്ന് പോലീസ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. കാരണം പലയിടങ്ങളിൽ നിന്നായി കോളുകൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്. അത്തരം കോളുകളുടെ ഒരു കണക്കും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുമ്പോൾ തന്നെ 400-നടുത്ത് വരുന്നൊരു സാഹചര്യം, ഔദ്യോഗികമായി തന്നെ 200-നടുത്ത് വരുന്ന സാഹചര്യം. ഒപ്പം ചില കുടുംബങ്ങളെങ്കിലും ഉണ്ട്, പൂർണ്ണമായും കുടുംബത്തിലെ ആളുകൾ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടമായ ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ പരാതി നൽകാൻ പോലും അവിടെ നിന്നും ആളുകൾ വരാനുള്ള സാധ്യത കുറവാണ്. അത്തരം കേസുകളുണ്ട്. ഒപ്പം ഇതുവരെ രേഖപ്പെടുത്താത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നു താമസിക്കുന്നതായ അത്തരത്തിലെ ആളുകൾ, അങ്ങനെയൊക്കെ കണക്കെടുക്കുമ്പോൾ ഇത് എണ്ണം കൂടുമെന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പ്രധാനമായും റേഷൻ കാർഡ് കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടിക, ഒപ്പം ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ കാണാതായവരുടെ ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പട്ടിക ഇപ്പോഴും അപൂർണമാണ്. കാരണം കൃത്യമായ ഒരു കണക്കിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പട്ടികയൊക്കെ പൂർണ്ണമാക്കാനുള്ളത് ആരൊക്കെ കൃത്യമായി നഷ്ടപ്പെട്ടു, എവിടൊക്കെയാണ് ജിയോ മാപ്പിംഗ് അടക്കമൊക്കെ നടത്തിയ കാര്യത്തിലൊരു തീരുമാനം എത്തണമെന്ന് പറയുന്നു. എന്തായാലും ഇത്രയധികം ആളുകൾ ഇപ്പോഴും ബാക്കി ലഭിക്കാനുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു
ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ പട്ടാളം പോലുള്ള ചില ഏജൻസികളുടെ പ്രവർത്തനമൊക്കെ ഒരുപക്ഷെ വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ അവസാനിച്ചേക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ദിവസങ്ങളിൽ ആഴത്തിൽ കുഴിച്ചു പരിശോധന നടത്തിയിട്ടും ഒന്നും ലഭിക്കാത്ത വരുന്ന സാഹചര്യങ്ങളിൽ ഒരു മൃതദേഹം പോലും ലഭിക്കാത്ത 1-2 ദിവസങ്ങളൊക്കെ എത്തിയാൽ പിന്നീട് എങ്ങനെയാവും ഇതിന്റെ ഒരു മുന്നോട്ടുള്ള ദൌത്യമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ തീരുമാനം വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തെരച്ചിൽ സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾ, അവിടെ നിന്നും മടങ്ങുന്ന ആളുകൾ എന്നിവരെയൊക്കെ, നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണ്? അല്ല ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് വന്നതാണ്. മഞ്ചേശ്വരം ഈ നാട്ടുകാരാണ്? അല്ല ഇന്ന് വന്നുള്ളൂ? ഇന്ന് വന്നതാണ്. ഇന്നലെ രാത്രി വന്നു. മഞ്ചേശ്വരം MLA കൂടെയാണ് വന്നത്. ഇവിടെ മറ്റേ ബന്ധുക്കളൊന്നുമില്ല? ഇല്ല. ഇവരൊക്കെ മഞ്ചേശ്വരത്ത് നിന്ന് വന്ന ആളുകളാണ്. ഇവരൊക്കെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ കാണുന്ന MLA കൂടെ മണ്ഡലത്തിന്റെ വൈറ്റുകാരുടെ ടീം ഇവിടെ സന്നദ്ധ പ്രവർത്തനം. അങ്ങനെ വന്ന ആളുകളാണ്. ഈ നാട്ടുകാരും വരാറുണ്ട്. കാരണം വീട് നഷ്ടപ്പെട്ടവർ ക്യാമ്പുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന ശേഷം പിന്നീട് വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ചില ഇടങ്ങളിലൊക്കെ പ്രചാരണമുണ്ടായിരുന്നു, മോഷ്ടാക്കൾ വീടുകൾ തകർത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവർ വീട്ടിലേക്ക്, ക്യാമ്പുകളിലേക്ക് പോയി ദിവസങ്ങളായതുകൊണ്ട് വീടുകളിൽ വന്ന് പരിശോധന നടത്തി മടങ്ങിയ ആളുകളുമൊക്കെ ഉണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടവർ തന്നെ മഞ്ചേശ്വരത്ത് നിന്ന് വന്ന ആളുകളാണ്. അത്തരത്തിൽ പല ഇടങ്ങളിൽ നിന്നായി വരുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച പൊതു അവധി ദിവസമായതുകൊണ്ട് തന്നെ നാളെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പോലീസ് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനങ്ങൾ പുറത്തു വന്നേക്കും. ഇന്ന് മന്ത്രിസഭാ ഉപസമിതി ചേർന്ന ശേഷം 2 കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ദുരന്ത ഭൂമിയിലേക്ക് ഡിസാസ്റ്റർ ടൂറിസവുമായി വരുന്ന ആളുകൾ, അത് ഈ രക്ഷാപ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കുന്നതിനൊപ്പം ഒരു തെറ്റായ സന്ദേശം കൂടി പുറത്തു നൽകുന്നു എന്നാണ് മന്ത്രി റിയാസ് പറയുന്നത്. മറ്റൊന്ന്, ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഭക്ഷണ വിതരണത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഇനി ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടതില്ല, അത്തരം വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് തീർത്ത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത്തരത്തിൽ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അതിനുള്ള ഒരു സമാന്തര സംവിധാനം എങ്ങനെ ഏർപ്പെടുത്തും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ 1-2 ഏജൻസികളെയെങ്കിലും ഇതിന് അനുവദിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നാട്ടുകാർ. ഇക്കാര്യങ്ങൾ